ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കാണാൻ ഇട വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റുകളും ഉണ്ട്. ഡൈവോഴ്സ് ആവാതെ തന്നെ മനസ്സുകൊണ്ട് വിവാഹമോചിതരെ പോലെ ജീവിക്കേണ്ടി വരുന്ന ആളുകളെ കുറിച്ചായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ കമൻസ് സെക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി, ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരിപ്പോഴും ഉണ്ടെന്നുള്ളത് മനസ്സിലായി കേട്ടോ. അതിലൊരു കമൻറ്റ് കണ്ടോ ഫ്രണ്ട്സ്, സെയിം സിറ്റുവേഷൻ, ഇങ്ങോട്ട് സംസാരിക്കാനോ ഞാൻ പറയുന്നത് കേൾക്കാനോ താല്പര്യമില്ല, കൂട്ടുകാരാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷം. ചിലരങ്ങനെയാണ് കേട്ടോ, കൂട്ടുകാർ പറയുന്നതാണ് ചിലർ വലുതായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കാം. വിവാഹത്തിന് ശേഷം ഒരു ചെറിയൊരു പരിഗണന ഭാര്യയ്ക്ക് നൽകുക. കാരണം കൂട്ടുകാരല്ല നിങ്ങളുടെ കൂടെ മരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടത് ഭാര്യയാണ്. കൂട്ടുകാരെ പാടെ ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത്, അവരും വേണ്ടത് തന്നെ. പക്ഷെ ഭാര്യയ്ക്ക് ഭാര്യയുടേതായ സ്ഥാനം കൊടുക്കുക. പിന്നെ അവർ പറയുന്നത് 21 വർഷത്തിനിടയിൽ ഒരു മാസം പോലും ഒരു റൂം ഷെയർ ചെയ്തിട്ടില്ല. ഒരു റൂമിൽ 2 വ്യക്തികളായി കഴിയുമ്പോൾ വല്ലാത്ത മാനസിക സംഘർഷം തോന്നും എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഡിപ്രഷൻ മൂഡ് നമുക്കുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആഫ്റ്റർ ഡെലിവറി അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, പ്രത്യേകിച്ച് ഭർത്താവിൽ നിന്ന് അതിൻ്റേതായ ഒരു പരിഗണന നമുക്ക് ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിപ്രഷൻ മൂഡിലേക്ക് പോവുകയും അത് സ്വയം നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കും നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കും മാറുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലേക്ക് സ്ത്രീകളെ മാറ്റുന്നത് ഈ ചുറ്റുമുള്ളവർ തന്നെയാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ചിലർക്ക് വായി തോന്നിയത് എന്തും വിളിച്ചു പറയുന്നതൊക്കെ ഒരു തമാശ പോലെയാണ്. മക്കൾക്ക് വേണ്ടിയും സമൂഹത്തെ ബോധിപ്പിക്കാനും അങ്ങനെ ജീവിതം നശിപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞ് ആ ചിരിക്കുന്നതിൽ അവരുടെ ആ ഒരു സംഘർഷം നമുക്ക് മനസ്സിലാകാൻ കഴിയും. മിക്ക ആളുകളും ഇത് തന്നെയാണ്. മക്കളെ ഓർത്ത് മാത്രം അവർ സഹിച്ച് ജീവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവരച്ഛനില്ലാതെ വളർന്നു കാണാൻ, ഒരമ്മ എന്ന നിലയിൽ അവരച്ഛനില്ലാതെ വളർന്നു കാണാൻ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം അങ്ങ് ബലി കൊടുത്തിട്ട് നമ്മുടെ മക്കളുടെ ജീവിതം നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കും. അതാണ് മിക്ക ഫാമിലിയിലും സംഭവിക്കുന്നത്. മക്കളെ ഓർത്ത് മാത്രം ഇതെല്ലാം കുത്തുവാക്കുകളും അവഗണനയും എല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപാടുണ്ടെന്ന് എനിക്ക് കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. ഇനി വേറൊരു കുട്ടി പറയുന്നത്, 100% എൻ്റെ ഇന്നത്തെ അവസ്ഥ, 28 വർഷം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ നാൾ മുതലേ ഹസ്ബൻഡിന് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സംസാരിക്കാനൊക്കെ താല്പര്യമില്ലാത്തവന്മാരൊക്കെ എന്തിനാണ് ഒരു സ്ത്രീയുടെ ജീവിതം കൂടി കളയുന്നത്? നിങ്ങൾ എങ്ങനെയോ സംസാരിക്കാതിരുന്നോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരുമായിട്ട് അങ്ങനെ അങ്ങ് പൊയ്യാ പോരെ? എന്തിനൊരു വേറൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കുന്നത്? വീട്ടുകാർ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നതാണെങ്കിലും ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടമല്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ, അവളെ നിങ്ങളുടെ കൂടെ നിർത്താൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, വെറും ഒരു എന്താണ് പറയുക, ഒരു അടിമയുടെ ഒരു സ്ഥാനമാണ് നിങ്ങൾ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ ആഗ്രഹിച്ച് വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന് തുനിയരുത്. നിങ്ങളങ്ങ് സിംഗിളായി അങ്ങ് ജീവിച്ച ജീവിതം തീർത്തോണം. നിങ്ങളുടെ വിഴുപ്പ് അലക്കാനും നിങ്ങളുടെ കുട്ടികൾക്ക് ജന്മം നൽകി അവരെ വളർത്താനും വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഒരു ഉപകരണമായി അവളെ കാണരുത്. പിന്നെ ഇവരിതിൽ പറയുന്നുണ്ടോ, മാരേജ് കഴിഞ്ഞിട്ടും എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല, ഞാൻ നിങ്ങളുടെ പഴയ ആൾ തന്നെയാണ് എന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു, ഇന്നും അത് തന്നെ തുടരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വീട്ടുകാർക്ക് തോന്നുന്നത് ഇവളിവിടെ നല്ല ഭംഗിയായി ജീവിക്കാണെന്നാണ് കേട്ടോ. ഇതൊക്കെ വെറൊരു കഥയല്ല, ജീവിതമാണ്. ഒരു കഥയിലാണെങ്കിൽ പോലും നമുക്ക് സങ്കല്പിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് ഈ ഒരു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതൊരു ജീവിതമാണ്. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിക്കണം. മക്കളെ ഓർത്ത് പലരും പിടിച്ചു നിൽക്കുന്നതാണ്, അല്ലാതെ വലിയ ക്രെഡിറ്റ് ആയിട്ട് ഇതിനൊന്നും കൊണ്ടുവരണ്ട കേട്ടോ. ഭാര്യനെ പുച്ഛിച്ച് വെച്ചിരിക്കുന്ന കുറേ പുരുഷന്മാരുണ്ട്, അവരെ ഇത് വലിയ ക്രെഡിറ്റ് ആയിട്ടൊന്നും കാണണ്ട. നമ്മുടെ മക്കളെ ഓർത്ത് മാത്രം നമ്മളിതൊക്കെ ക്ഷമിച്ചും സഹിച്ചും പല സ്ത്രീകളും നിൽക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഇത് ഒരിക്കലും നിങ്ങളുടെ പുരുഷന്മാരുടെ ക്രെഡിറ്റായി കാണണ്ട, അടിച്ചു താഴ്ത്തുന്നത് ക്രെഡിറ്റായി കാണണ്ട. അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിന്റെ നട്ടെല്ലില്ലായ്മയാണ്. നിവർന്ന് നിന്ന് സംസാരിക്കാൻ നിനക്ക് കഴിയുന്നില്ല പലരുടെയും മുന്നിൽ. അതിനുവേണ്ടി നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന ആ പെണ്ണിനെ നീ അടിച്ചു താഴ്ത്തി അതിൻ്റെ അമർഷം പ്രകടിപ്പിക്കുന്നു. അവളെ മറ്റുള്ളവർക്ക് മുന്നിൽ നിവർത്തി നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിനക്ക് നട്ടെല്ലില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നിന്റെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അവളുടെ പല ആഗ്രഹങ്ങളും അവൾ മണ്ണിൽ കുഴിച്ചു മൂടേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിന്റെ നട്ടെല്ലില്ലായ്മയാണ്, അല്ലാതെ ക്രെഡിറ്റ് അല്ല. എന്താ ഈ ഒരു കമൻറ്റ് കൂടി നോക്കാം.
26 വർഷമായി കിടപ്പ് പോലും സെപ്പറേറ്റ് ആണ്. മിണ്ടോ എന്ന് ചോദിച്ചാൽ മിണ്ടും. കൊണ്ടുവരുന്നത് പാകം ചെയ്തു കൊടുക്കും. വീട്ടിലെ പണികൾ ചെയ്യും. വരുന്നതിൽ ഓഹരി കഴിക്കാം. വേറൊരു ബന്ധവുമില്ല പുള്ളിക്കാരന്. കണ്ടോ, ജസ്റ്റ് ഒരു വേലക്കാരിയുടെ സ്ഥാനം എന്നർത്ഥം. മക്കളെ നോക്കി ആഹാരം വെച്ചു കൊടുത്ത് ആ ഒരു സ്ഥാനം. അവൻ്റെയൊക്കെ മനസ്സിൻ്റെ ആ ഒരു വൈകൃതം എത്രത്തോളാണെന്ന് ഇതിലൊക്കെ മനസ്സിലാക്കാം. ജനപ്രിയനായാൽ മതി, കുടുംബപ്രിയനാവേണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നിലപാടുള്ളവരൊക്കെ കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കും പഠിച്ചോളും. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടുപ്പിച്ച് നിങ്ങളുടെ ഭാര്യ ആദ്യം തന്നെ അങ്ങ് പോകും. ഓക്കെ, അപ്പം നിങ്ങൾ ശിഷ്ടകാലം നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് വയസ്സാം കാലം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് ചവിട്ടി തന്നോളൂ. ഓക്കെ, അത് തന്നെയായിരിക്കും ഇങ്ങനത്തെ ചിന്താഗതി വെച്ച് നടക്കുന്ന പുരുഷന്മാരുടെയൊക്കെ അവസ്ഥ. മക്കൾക്ക് വേണ്ടി എല്ലാം സഹിച്ച് ഇപ്പോൾ മനസ്സിലായി മക്കളുടെ കാര്യം നോക്കി പോകുമെന്ന്. തനിച്ചായി പോയി. കണ്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കി അവസാനം മക്കൾ ഇതൊക്കെ കണ്ടു തന്നെയല്ലേ വളരുന്നത്. മക്കളും പോകും. മക്കളും ഇത് കണ്ടു തന്നെയാണ് വളരുന്നത്. മക്കളും പോകും. നിങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണുള്ളൂ. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളവന്മാരൊന്നും ദയവ് ചെയ്ത് കല്യാണം കഴിച്ചൊരു സ്ത്രീയുടെ ജീവിതം നശിപ്പിക്കരുത്. ഇതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഭാര്യ തമാശയ്ക്കായിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലും കുത്തുവാക്കുകളോ ഇതുപോലുള്ള ആക്ഷേപങ്ങളും പറഞ്ഞ് കളിയാക്കുന്നവരാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് അത് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ദോഷം വരും. നിങ്ങളുടെ മക്കളും നിങ്ങളെ അതുപോലെ തന്നെ കാണുള്ളൂ. വയസ്സാം കാലത്ത് നിങ്ങളെ നല്ലവണ്ണം കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അവള് ജീവനോടെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഒരു തുണയായിട്ട് കാണും അവസാന കാലം വരെ. ഗാന്ധി ഭവനിലേക്ക് പോയെങ്കിലോ ആൺമക്കൾ ഉള്ളത് കൊണ്ട് അവിടെയും നിർത്തില്ലല്ലോ. വീട്ടുവേലക്കാരി മാത്രം ആയിപ്പോയെന്നാണ് ഈ ഒരു അമ്മയുടെ അവസ്ഥ പറയുന്നത്. കണ്ടോ, ഭാര്യ ഭർത്താവ് ഇവർ രണ്ട് സാഹചര്യത്തിൽ ജീവിച്ച് വന്നവരാണ് ഒന്നിച്ചു ചേർന്ന് ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് തയ്യാറാവുന്നത്. അതിൽ അഡ്ജസ്റ്റ്മെന്റ്, വിശ്വാസം, അതുപോലെ തന്നെ എല്ലാം തുറന്നു പറയുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. സംസാരിക്കുക. സംസാരത്തിൻ്റെയൊക്കെ കുറവുകൾ തന്നെയാണ്. അതായത് കൂട്ടുകാരോട് മാത്രം സംസാരിച്ചാൽ പോരാ, ഭാര്യയോട് സംസാരിക്കുക. അവളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഭർത്താവിന് എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടോ, അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, അതൊക്കെ ചോദിച്ച് അങ്ങോട്ടും മനസ്സിലാക്കുക. അപ്പോഴത്തേക്കും തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരു സ്ത്രീയെ ഒരിക്കലും നിങ്ങളുടെ കൂടെ നിർത്താൻ കഴിയില്ല. അവളെ ഒരു അടിമയായിട്ട് മാത്രമാണ് കാണുന്നതെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ്.